അപ്പോൾ ഗൈസ് ഇതാ ഉമ്മി ഇത് നെയിൽ പൊളിച്ച് താത്തി അടിച്ചു കൊടുക്കാൻ പോകണം. എൻ്റെ ബ്ലോഗാണ് ഗൈസ്, എൻ്റെ ബ്ലോഗാണ്. എൻ്റെ മോള് കയറി ഓവർടാക്ക് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ വെച്ച് നമുക്കുള്ളതല്ലേ, നമ്മളെ മക്കൾക്കുള്ളതല്ലേ. അങ്ങനെ ഇളയാളാണ് ഇപ്പോൾ വീഡിയോഗ്രാഫറായിട്ട് നിൽക്കുന്നത്. ഓക്കെ, എൻ്റെ ഒഫീഷ്യൽ വീഡിയോഗ്രാഫേഴ്സ് എൻ്റെ 2 മക്കളുമാണ്. ഏറ്റവും ഇളയാൾ അവിടെ കുളമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് കാണിച്ചു കൊടുത്തേ വാവേ. കണ്ടോ, ഇങ്ങനെ എങ്ങനെ കുളമാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുളമാക്കുന്നുണ്ട് അവൻ. ഇനിയിപ്പോൾ നമുക്ക് ഇവർക്ക് ഇട്ട് കൊടുക്കാം. എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. ഞാൻ പണ്ട് കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് ഇടുമെന്നുള്ളതല്ലാണ്ട് എപ്പോഴും യൂസ് ചെയ്യാത്തതുകൊണ്ട് വലിയ പരിചയമൊന്നുമില്ല. നോക്കാം. മോളെ നെയിലൊന്ന് കുറച്ച് നഖം ഒന്ന് കുറച്ച് കട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ ആണോ? ഒരു ഷെയ്ഡ് ഉണങ്ങട്ടെ, എന്നിട്ടിടാം. അതല്ലേ നല്ലത്. നിങ്ങൾക്ക് എല്ലാവർക്കും അപ്പു ഇട്ടുകൊണ്ടിരിക്കുവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നെയിൽ പോളിഷൊക്കെ ഇടാൻ അറിയാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ എന്ത് പ്രഹസനമാണ് ഈ കാണിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവൻ കാണിച്ചു കൂട്ടണേണ്. മിനിക്ക് തീരാറായ ഒരു ബോട്ടിലാണിത്. അപ്പോൾ നമ്മളിതൊക്കെ ഒന്ന് ഇട്ടിട്ട് വരാം. അല്ലാണ്ട് വീഡിയോ ചെയ്തുകൊണ്ട് ഇടുമ്പോൾ എന്നെ കൂടെ കാണിക്കടി. വീഡിയോ ചെയ്തുകൊണ്ടിരുമ്പോൾ കുളമാകും. അതുകൊണ്ട് ഞാൻ ഇട്ട് വരാം. ആ കാണുന്ന ഭാഗത്ത് നിന്ന് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആവുന്ന നമുക്ക് നല്ലപോലെ കാണാൻ കേട്ടോ. ഇങ്ങനെ ഈ ഒരു ഏരിയ വരെ ഫ്ലൈറ്റ് വിസിബിളാണ്. അത് കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഒന്ന് കാലിലിട്ട് തരാം. ഷബാൻ എന്തെങ്കിലും ഒന്ന് പഠിച്ച പാട്ടോ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ. പാടിക്കേ. പിന്നെ എന്തെങ്കിലും ഒരു പാട്ട് പാടാം, എന്നെ ചമിപ്പിക്കാതെ. ഓക്കെ, പാടിക്കോ. അറിവിൻ പ്രകാശമേ നീ നയിച്ചാലും, ഇങ്ങോട്ടാണ് നോക്കാനുള്ളത്. അലിവിൻ പ്രവാഹമേ നീ തുറച്ചാലും, അകതാരിലെന്നും കനിവ് നിറഞ്ഞിടാൻ അക്ഷരപ്പൊരുളി നീ കാവലാകേണമേ. പുതിയ പ്രഭാതം വിടരുവാനായി, പുതിയ പ്രതീക്ഷ പൂവിരിയുവാനായി, നന്മകൾ നിറയും ഈ പൂങ്കാവുകൾ, സ്നേഹം വിതയ്ക്കും വയലേലകൾ. എനിക്കും അറിയാം ഒരു തൻ മനതാരിലെന്നുമെന്നും അക്ഷരപ്പൊരുളിൻ പ്രഭയേകണേ. നമുക്ക് അക്ഷരപ്പൊരുളിൻ പ്രഭയേകണേ. ഷബി, നമുക്ക് കുറച്ചുകൂടി ആൾക്കാർ നമ്മുടെ വീഡിയോസ് ശ്രദ്ധിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ഇതൊന്നും ഇടാൻ ശ്രമിക്കാം. നമുക്ക് കുറച്ചുകൂടെ ആൾക്കാരൊന്ന് വ്യൂവേഴ്സ്. ഓക്കെ, ഞാൻ പറഞ്ഞോട്ടെ മോളെ, പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യട്ടെ. പറഞ്ഞോട്ടെ. ഷോർട്സിനൊക്കെ ആണെങ്കിൽ അത്യാവശ്യം വ്യൂസ് വരുന്നുണ്ട്. ചിലതിനൊക്കെ ലൈക്കും ഉണങ്ങട്ടെ, ലൈക്കും അത്യാവശ്യം വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ലോങ് വലുതായിട്ട് ആരും ശ്രദ്ധിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ പാട്ടുകളും കലാപരിപാടികളും അവസാനം അവർ മടുക്കുന്ന രീതിയിൽ വരെ നമുക്ക് ചെയ്യാം ഗൈസ്. അപ്പോൾ നമുക്കിനി അടുത്ത മൂത്തയാളിന് എന്തോ പറയാണ്ടെന്ന് പറഞ്ഞില്ല എങ്കിൽ ഹലാക്കിൻ്റെ അവലും കഞ്ഞിയാണ് ഗൈസ്. പറഞ്ഞോ. എനിക്കൊരു പ്രെയർ അറിയാം, പാടിക്കോ. കൈവല്യ ദീപത്തെ കാത്തരുളിടും ഈ ഉമ്മച്ചി തന്നെ ഡിസ്കറേജ് ചെയ്തുകൊണ്ടിരിക്കണല്ലേ. അല്ല മക്കളെ, നമുക്ക് തൊണ്ട വെങ്ങി നമ്മൾ പാടാതിരിക്കണതാണ് നല്ലത്, അല്ലേ? അല്ലേ ഗൈസ്? പറഞ്ഞോ. അതെ, ഉമ്മച്ചി ഒരു പാട്ട് പാടാൻ പോവാനോ? ഞാൻ പറഞ്ഞൊന്നുമില്ല, അവള് പറയണേ പാട്ട് പാടാൻ. പാട്ട് പാടാം. അപ്പം പാട്ട് പാടാനും നിങ്ങൾ പാടുപെടാനും പോകുന്നു. അപ്പം വീഡിയോവ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത്, ഞാനും ഇവരൊക്കെ ഒരു പ്രെയർ സോങ് അല്ലേ പാടിയത്, പ്രാർത്ഥനാ ഗാനം പാടിയതുകൊണ്ട് ഞാനും ഒരു പ്രാർത്ഥനാ ഗാനം പാടാം. 1 മിനിറ്റ്, മോനെ ഇവിടെ പോയി ഇവിടെ ഉണ്ട് ആൾ. അപ്പം പ്രാർത്ഥനാ ഗാനം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പണ്ട് കോട്ടൺ ഹിൽ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് പാടിയ പാട്ടല്ല, പിള്ളേർ പാടുന്നതായിട്ട് ഞാനൊരു സൈഡിൽ ഇരുന്ന് കേട്ട് പഠിച്ചു എന്ന് പറയാൻ പറ്റില്ല. കൊള്ളാമെന്ന് നിങ്ങൾ പറയും, ഞാൻ കൂടുതൽ ഗഹനമായി പറയുന്നില്ല. മറന്നുപോയി. ഈ പ്രപഞ്ച സംരക്ഷക ഈ മഹനീയ വേളയിൽ നിൻ കൃപാവരമേകണേ, നിൻ കൃപാവരമേകണേ. കാൽവരി
ദ്വാരക കണ്ട കൃഷ്ണനും മക്ക തന്നിൽ മുഹമ്മദും മണ്ണിലേക്ക് ഏകദൈവമായി ഇത്ര എനിക്ക് ഓർമ്മയുള്ളൂ കേട്ടോ. അത് നമ്മൾ എനിക്കെന്തോ പണ്ട് ഭയങ്കര ഹേർട്ട് ടച്ച് വുഡ് പറയുകയാണെങ്കിൽ അടിപൊളി ഒരു പാട്ടാണ് കേട്ടോ. ഇത് പാട്ടെന്ന് പറയുന്നത് പ്രെയർ സോങ്. എൻ്റെ വായിലൊക്കെ ഇതായെന്ന് തോന്നുന്നു, എന്തുവാണ് ക്യൂടെക്സ് ആയിപ്പോയെന്നാണ് തോന്നണേ. പിന്നെ ഞാൻ ഈ ഇടയ്ക്ക് കേൾക്കാനിടയായി നെയിൽ പോളിഷിൻ്റെ ഒരു കമ്പനിയുടെ പേരാണ് ക്യൂടെക്സ് എന്ന് കേട്ടോ. അപ്പോൾ ക്യൂടെക്സ് എന്നല്ല നെയിൽ പോളിഷ് എന്നാണ് യഥാർത്ഥ പേരെന്നാണ് പറയുന്നത്. എനിക്കറിയാൻ വയ്യ. നമ്മളിപ്പോൾ ഒരു ഫൗണ്ടേഷൻ ആയാലും ഒരു കൺസീലർ ആയിരുന്നാലും പല കമ്പനിയിലുള്ളതുണ്ടല്ലോ, അതുപോലെ ഒരു കമ്പനിയാണ് ക്യൂടെക്സ് എന്നാണ് പറയുന്നത്. ഞാൻ അതൊന്നും പറയാനല്ല വന്നത്, ഞാൻ വെറുതെ വീഡിയോ എടുക്കാൻ വന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ സോങ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കമൻറ്റ്. ഓക്കെ, നിങ്ങൾ പറ, കൊള്ളാം മമ്മിയുടെ സോങ്? സൂപ്പർ. അപ്പം നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ നമുക്കിവിടെ നിർത്താം. നമുക്കിത് ഇട്ട് നോക്കിയിട്ട് അവിടെ രണ്ടും കൂടെ എന്തൊക്കെയോ പരിപാടികൾ ഒപ്പിച്ച് വെക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നോക്കട്ടെ, എൻ്റെ റെസ്പോണ്ട് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമ്മൾ ബാക്കിയുള്ള വിശേഷങ്ങൾ അറിയിക്കാം. വാട്ട് ബൈ ബൈ പറ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.